ഹായ്, എല്ലാവർക്കും നമസ്കാരം. വിശാഖ് പാവുമ്പയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പ്രീവിയസ് അടിപൊളി ചോദ്യമാണ്. 134/2021 ചോദിച്ച ഒരു ചോദ്യം കാണാൻ കഴിയുന്നുണ്ട്. 1001 ഇൻറ്റു 999 ഈക്വൽ ടു ഡാഷ്. 4 ഓപ്ഷനും കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സർവ്വസാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്? 1001 ഇൻറ്റു 999 ഗുണിക്കാറാണ് പതിവ്, അല്ലേ? അങ്ങനെ ഗുണിച്ച് കുറച്ച് സമയം എങ്കിലും നഷ്ടപ്പെടുത്താറുണ്ട്. നമുക്ക് ഈ നഷ്ടപ്പെടുത്തുന്ന സമയം മിക്കപ്പോഴും അടുത്ത വലിയൊരു ചോദ്യത്തിന് വേണ്ടി കളയാം. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് സമയം കളയില്ല. നമ്മളിത് വളരെ വേഗത്തിൽ ചെയ്യും. എങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എങ്ങനെ വളരെ വേഗത്തിൽ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ട് രണ്ടാമത് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് നോക്കുമ്പം മക്കളേതാ നോർമലി 11 ഇൻറ്റു 9 അതായത് 10ന് തൊട്ടപ്പുറവും തൊട്ടിപ്പുറവും ഉള്ള സംഖ്യകളാണ് 11 9, അല്ലേ? 10ന് തൊട്ടപ്പുറവും തൊട്ടിപ്പുറമുള്ള സംഖ്യകളാണ് 11 9. ഇത് തമ്മിൽ ഗുണിക്കുമ്പം 10 നമ്മുടെ ബേസ്. 10ന് തൊട്ടപ്പുറവും തൊട്ടിപ്പുറമുള്ള സംഖ്യയുടെ പരസ്പരം ഗുണിക്കുമ്പം 9 കൊണ്ടാണ് ഗുണിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക എത്ര 9 കൊണ്ടാണ്? ഒരു 9 കൊണ്ടാണ് ഇപ്പോൾ ഗുണിക്കുന്നത്. അതിനോട് ഒരു 9 കൂടെ അങ്ങ് ചേർത്ത് എഴുതി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഉത്തരം. വീണ്ടും പറഞ്ഞുതരാം. എനിക്കിതാ 101നോട് 99 ഗുണിക്കണം. അതായത് 100ന് തൊട്ടപ്പുറവും തൊട്ടിപ്പുറവും ഉള്ള സംഖ്യകൾ. 100ൻ്റെ തൊട്ടപ്പുറത്തുള്ള 101 തൊട്ടിപ്പുറത്തുള്ള 99 തമ്മിൽ ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക 99 എഴുതുക. വീണ്ടും ഒരു തവണ കൂടി 99 എഴുതി വെക്കുക. ഇതാണ് ഉത്തരം. വീണ്ടും പറയാം. 1001 ഇൻറ്റു 999. അതായത് 1000ന് തൊട്ടപ്പുറത്തും തൊട്ടിപ്പുറത്തും ഉള്ള സംഖ്യകളെ തമ്മിൽ ഗുണിക്കണം. 1000ന് തൊട്ടപ്പുറത്തും തൊട്ടിപ്പുറത്തുള്ള സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പം ഈ 999 അങ്ങോട്ട് എഴുതുക. ഒരു തവണ കൂടി അതേ സംഖ്യ എഴുതി വെക്കുക. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 10,001 9,999 തമ്മിൽ ഗുണിക്കണം. എന്തോ ചെയ്യും? 9,999 ഒരു തവണ എഴുതി. അതായത് ഈ സംഖ്യ ഒരു തവണ എഴുതി. ഓക്കെ അല്ലേ? ഒരു തവണ കൂടി എഴുതി വെക്കണം. 9,999. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. ഇതാണ് റൈറ്റ് ആൻസർ. ഈ പറഞ്ഞത് മനസ്സിലായോ? 10, അതുപോലെ 100, അതുപോലെ 1000, അതുപോലെ 10,000 എന്ന് തുടങ്ങുന്ന സംഖ്യകളുടെ തൊട്ടപ്പുറത്തും തൊട്ടിപ്പുറത്തുള്ള സംഖ്യകളെ പരസ്പരം ഗുണിക്കാൻ പറയും. അങ്ങനെ ഗുണിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ് മക്കളെ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരട്ടെ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. അതിന് മറ്റു കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആദ്യം 11 ഇൻറ്റു 9 ചെയ്യുന്നു. 11 ഇൻറ്റു 9 ചെയ്യുമ്പം 11 എന്ന് പറഞ്ഞാൽ 10ൻ്റെ തൊട്ടപ്പുറത്തുള്ള സംഖ്യ. 9 10ൻ്റെ തൊട്ടിപ്പുറത്തുള്ള സംഖ്യ. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. 11 എന്ന് പറഞ്ഞാൽ 10 + 1. ശരിയാണോ? 9 എന്ന് പറഞ്ഞാൽ 10 - 1. മക്കളെ 11നെ 10 + 1 എന്ന് എഴുതാം. 9നെ 10 - 1 എഴുതാം. ശരിതാ, ഇത് പരസ്പരം ഗുണിച്ചാലും മതിയല്ലോ. മതി, ഇത് പരസ്പരം ഗുണിച്ചാലും മതി. അപ്പം 10 + 1 ഇൻറ്റു 10 - 1. 10 + 1 ഇൻറ്റു 10 - 1. ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സമവാക്യം ഓർമ്മ വരുന്നുണ്ടോ? അതെ, A + B ഇൻറ്റു A - B. A + B ഇൻറ്റു A - B. പറ, A + B ഇൻറ്റു A - B എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സ്പാൻഷനാണ്? A² - B². ശരിയാണോ? A² - B² എക്സ്പാൻഷനാണ്. അങ്ങനെയെങ്കിൽ 10 + 1 ഇൻറ്റു 10 - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് A + B ഇൻറ്റു A - B എന്ന് പറയാം. എങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? A² - B². അതായത് 10ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ. ഗുണിക്കാതെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ്. 10ൻ്റെ സ്ക്വയർ മക്കളെ 100 മൈനസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. 100 - 1 99, അല്ലേ? 99. ഞാൻ പറഞ്ഞത് എന്തുവാ? ഞാൻ പറഞ്ഞത് 10ൻ്റെ തൊട്ടപ്പുറത്തും തൊട്ടിപ്പുറത്തുള്ള സംഖ്യകളെ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പം 9 11 ഇൻറ്റു 9. നമ്മൾ ആ 9 എഴുതി. ഒരു തവണ കൂടി 9 എഴുതി. കഴിഞ്ഞു. ആലോചിച്ച് നോക്കി. നമുക്ക്
101 ഇൻറ്റു 99 ഗുണിക്കണം. നമ്മൾ 101നെ 100 പ്ലസ് 1 എന്ന് എഴുതാം. 100 പ്ലസ് 1. ഓക്കെ. 99നെ 100 മൈനസ് 1 എന്ന് എഴുതാം. 100 മൈനസ് 1. എങ്കിൽ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപത്തിലാണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 100ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ. 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ 10,000 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. 10,000 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 9,999. കണ്ടോ? ഞാൻ പറഞ്ഞ എന്തുവാ? നിങ്ങൾക്ക് 101 ഇൻറ്റു 99, അതായത് 100ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യകളെ ഗുണിക്കണമെങ്കിൽ 99 എഴുതി വീണ്ടും ഒരു തവണ കൂടി 99. കണ്ടോ? ഈ സംഖ്യ 2 വട്ടം എഴുതി വെച്ചാൽ മതി. പറഞ്ഞത് ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? വീണ്ടും ഇതേപോലുള്ള ടിപ്സും ട്രിക്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.